السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. ഏറ്റവും ബഹുമാനം നിറഞ്ഞ കാരണന്മാരെ, അടുത്തു നിന്നും അകലെ നിന്നും എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതരമത ആദർശ സഹോദരങ്ങളെ, മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന പ്രൗഢോജ്വലമായ ആദർശത്തെ മുൻനിർത്തിക്കൊണ്ട് കേരളക്കരയുടെ 140ഓളം വരുന്ന മണ്ഡലങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മണ്ഡലം സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. അതിന്റെ ഒരു പ്രചരണം എന്ന നിലക്ക് ഈ ഒരു കൊച്ചു പ്രദേശത്തും ഇസ്ലാമിന്റെ ശബ്ദം എത്തിക്കുക എന്ന ഒരു സദുദ്ദേശം മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്. മനുഷ്യൻ മതങ്ങളെ മനസ്സിലാക്കുന്നത് പ്രമാണങ്ങളിൽ നിന്നല്ല, മറിച്ച് പ്രമാണിമാരിൽ നിന്നാണ് എന്ന ഒരു ദുരവസ്ഥയാണ് സമൂഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മതത്തിന്റെ അടിസ്ഥാന പ്രമാണമായ പരിശുദ്ധ ഖുർആനും ഹദീസും അനുസരിച്ചായിരിക്കണം അവന്റെ ജീവിതം അവൻ ചിട്ടപ്പെടുത്തിയെടുക്കേണ്ടത്. ആ പ്രമാണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ്. അതിനനുസരിച്ച് ആര് ജീവിക്കുന്നുവോ അവനെ സംബന്ധിച്ചിടത്തോളം ദുഃഖിക്കുവാനോ ഭയപ്പെടുവാനോ ഇല്ല എന്നുള്ളതാണ് സത്യം. പരിശുദ്ധ ഖുർആൻ ഈ സൂറത്ത് ബഖറയിലൂടെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീവിയെയും
സ്വർഗീയ ആരാമത്തിൽ നിന്ന് ഭൂമിയിലേക്ക് യാത്രയേക്കുമ്പോ പറഞ്ഞേക്കുമ്പോ അല്ലാഹു തആല അവരോടായി കൊടുത്ത കൽപ്പന പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഖുൽ ഹബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഖുൽ ഹബിതു മിൻഹാ ജമീഅ, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണം. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ, നമ്മിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടും. ഫമൻ തബിഅ ഹുദായ, അപ്പോൾ ആര് ആ മാർഗദർശനത്തെ പിന്തുടരുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവന് ദുഃഖിക്കുവാനോ ഭയപ്പെടുവാനോ ഇല്ല എന്ന് പ്രമാണം പഠിപ്പിക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ലക്ഷക്കണക്കിന് വരുന്ന അംബിയ മുർസലുകളിലൂടെ നേരിന്റെ പാത ഏതാണെന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയും അവസാനം പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന 3ഓളം വരുന്ന വേദഗ്രന്ഥങ്ങളും കഴിഞ്ഞ് അതിന്റെ സമാപ്തി എന്നോണം പരിശുദ്ധ ഖുർആൻ നൽകിക്കൊണ്ട് അല്ലാഹു തആല പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിലൂൻ. നിശ്ചയമായും ഇതിനെ അവതരിപ്പിച്ചവൻ നാമാണ്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വേദഗ്രന്ഥങ്ങളുടെ പരിസമാപ്തി അല്ലാഹു തആല തീർക്കുകയാണ്. ആ വേദഗ്രന്ഥം അതിനനുസരിച്ചുകൊണ്ട് ആര് ജീവിക്കുന്നുവോ അവനെ ദുഃഖിക്കുവാനോ ഭയപ്പെടുവാനോ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കേണ്ടത് പ്രമാണങ്ങൾക്കനുസരിച്ചാണോ എന്റെ ജീവിതം ഞാൻ മുന്നോട്ട് നയിക്കുന്നത്? ഈ പ്രമാണങ്ങൾക്കനുസരിച്ച് നമ്മൾ ആലോചിക്കേണ്ട നാട്ടില് നമ്മൾ സാധാരണക്കാരനോട് എത്ര പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നമുക്കറിയാമെന്ന് ചോദിച്ചാൽ ഇല്ല, നമുക്കറിയാൻ വളരെ ചുരുക്കമേ ഉള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ പറയും അവസാനത്തെ കുറച്ച് സൂറത്തുകൾ അറിയാം, ബാക്കി തന്നെ മറന്നുപോയി എന്ന് പറയുന്ന ഒരു ദുരവസ്ഥ മുസ്ലിം സമൂഹത്തിനുണ്ട്. അതിൽ നമ്മൾ മാറേണ്ടതുണ്ട്. പ്രമാണം എന്താണെന്ന് പഠിച്ചാൽ മാത്രം പോരാ, അതിനനുസരിച്ചുള്ള ഒരു ജീവിതം കൂടെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണത്തെ സംബന്ധിച്ചിടത്തോളം അത് മുസ്ലിമീങ്ങളുടെ മാത്രം ഒരു ഗ്രന്ഥം എന്ന നിലക്ക് അവതരിച്ചതല്ല. മറിച്ച് പരിശുദ്ധ ഖുർആനിന്റെ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലൂടെ ഹദാ ബലാഉൽ ലിന്നാസ്, ഇത് മാനവികർക്ക് മുഴുവനുമുള്ള സന്ദേശമാണ് എന്ന് 2-ാം അധ്യായം സൂറത്ത് ബഖറയുടെ 185-ാമത്തെ ആയത്തിലൂടെ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, മുഴുവൻ മനുഷ്യർക്കുമുള്ള വേദഗ്രന്ഥമായിക്കൊണ്ട് ഹൈന്ദവനും ക്രൈസ്തവനും സിഖുകാരനും ജൈനനും ബൗദ്ധനും മതമുള്ളവനും മതമില്ലാത്തവനും മുഴുവൻ ആളുകൾക്കുമുള്ള മാർഗദർശനമായിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ. എല്ലാ ജനങ്ങളെയും പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നു. ആ എല്ലാ ജനങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആന് അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ പ്രമാണത്തിന് അടിസ്ഥാനപരമായി പറയുവാനുള്ള ആദർശം അത് തൗഹീദാണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാര് മുഴുവനും ആലോചിക്കേണ്ട വിഷയം, ഏറ്റവും അടിസ്ഥാനപരമായി ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദിനെ ഖുർആനിന്റെ 2-ാം അധ്യായം സൂറത്ത് ബഖറയുടെ 21-ാമത്തെ ആയത്തിലൂടെ മുഴുവൻ മനുഷ്യരെയും മാനവകുലത്തിനെ മുഴുവനും അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, മുസ്ലിങ്ങളെ മാത്രം വിളിച്ചുകൊണ്ടല്ല. യാ അയ്യുഹന്നാസ് അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. യാ അയ്യുഹന്നാസ്, അല്ലയോ മാനവികരെ, മനുഷ്യകുലമേ, ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചവനായ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണമേ. ആരാണോ നിങ്ങളെ സൃഷ്ടിച്ചത് കണ്ടോ, ഒരു വർഗീയതയില്ലാത്ത വിഭാഗീയതയില്ലാത്ത എത്രയോ ലളിത സുന്ദരമായ ഒരു ആദർശമാണ് ഇസ്ലാം അവിടെ അവതരിപ്പിക്കുന്നത്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, മാനവികുലമേ, ഉബ്ദു റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. അതാരാ? അല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ച
അതാരാണെങ്കിലും, ഹൈന്ദവനാണെങ്കിൽ ആരാ അവനെ സൃഷ്ടിച്ചത്? ആ രക്ഷിതാവിനെ. ക്രൈസ്തവ സഹോദരനാണെങ്കിൽ അവനെ ആര് സൃഷ്ടിച്ചുവോ ആ രക്ഷിതാവിനെ. മുസ്ലിമാണെങ്കിൽ അവനെ ആര് സൃഷ്ടിച്ചുവോ ആ രക്ഷിതാവിനെ. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ പൂർവികരെ, കാക്കക്കാണന്മാരെ, മുൻ തലമുറകളെ പടച്ചു വെച്ചവൻ ആരാണോ അവനെ ആരാധിക്കണം. ശേഷം അല്ലാഹു തആല അവസാനിപ്പിക്കുന്നില്ല. അവൻ നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളെ, വിശാലമായ അനുഗ്രഹങ്ങളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا الذي جعل لكم الأرض فراشا, ഈ ഭൂമിയെ വിരിപ്പായി കൊണ്ട് സംവിധാനിച്ചു തന്നവനാരോ, ഗോളാകൃതി എന്ന് പറയുന്ന, ഓവൽ ഷേപ്പ് എന്ന് പറയുന്ന ഭൂമിയെ, അതിന്റെ സൈഡ് വശങ്ങളിലായി മനുഷ്യൻ ജീവിക്കുമ്പോ ഒരു ഭൂഗുരുത്വാകർഷണ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഭൂമിയോട് മനുഷ്യൻ നെല്ലിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോ ആരാ ഇതിനെ സംവിധാനിച്ചു വെച്ചവൻ, ആരാ ഇതിനെ ക്രമീകരിച്ചു വെച്ചവൻ? ആ നാഥനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഉപരിഭാഗത്തെ മേൽക്കൂരയായിക്കൊണ്ട് സംവിധാനിച്ചു തന്നവനാരോ, ഉപരിഭാഗത്തെ മേൽക്കൂരയായിക്കൊണ്ട് സംവിധാനിച്ചവനാരോ. അല്ലേ, പരിശുദ്ധ ഖുർആൻ അവിടെ ഉപരിഭാഗത്തിന് മേൽക്കൂര എന്ന് അഭിസംബോധന ചെയ്തു. എന്തുകൊണ്ട്? മനുഷ്യൻ ജീവിക്കുന്നതിന്റെ 20-25 കിലോമീറ്ററുകൾക്ക് മുകളിലായി ഓസോൺ ലെയർ അല്ലെങ്കിൽ ഓസോൺ പാളി എന്ന് പറയുന്ന ഒരു ആവരണം തീർത്തുകൊണ്ട് അതിന്റെ മുകളിൽ നിന്ന് മാനവരാശിക്ക് നാശമുണ്ടാക്കുന്ന സൂര്യന്റെ വിഷാംശങ്ങൾ അടങ്ങുന്ന അൾട്രാവയലറ്റ് രശ്മികളെ പോലും തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു മേൽക്കൂരയുടെ ധർമ്മം തീർക്കുന്ന ഓസോൺ ലെയറുകളെ സൃഷ്ടിച്ചു വെച്ച തമ്പുരാൻ ഉപരിഭാഗത്ത് മേൽക്കൂരയായി കൊണ്ടുവച്ചു തന്നു എന്ന് പറയുമ്പോ ഖുർആനിന്റെ 31-ാം അധ്യായത്തിന്റെ 10-ാമത്തെ ആയത്തിലൂടെ നിനക്ക് കാണാൻ കഴിയുന്ന രീതിയിലൂടെ ഒരു തൂണുമില്ലാതെ ഈ ഉപരിഭാഗത്ത് ഉയർത്തി വെച്ചവൻ. മാതാക്കളും ഉമ്മമാരും മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ സൃഷ്ടാവിന്റെ സത്യവൈഭവങ്ങൾ അടങ്ങുന്ന ആകാശത്തിലേക്ക് വരൽ ചൂണ്ടിക്കൊണ്ട് മോനെ നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോ ആരാ ഇതിനെ സംവിധാനിച്ചു വെച്ചവൻ, ആരാ ഇതിനെ ക്രമീകരിച്ചു വെക്കുന്നവൻ? മിന്നിത്തിളങ്ങുന്ന അനന്തകോടി നക്ഷത്രാദികൾ അവ അവിടെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുമ്പോ ആരാ ഇതിനെ സംവിധാനിക്കുന്നവൻ? ആ നാഥനെ ആരാധിക്കാൻ. ഉപരിഭാഗത്ത് നിന്ന് വെള്ളം ഇറക്കി തരുന്നവനാരോ, അതിൽ നിന്ന് നിങ്ങൾക്കുള്ള കായ്ക്കനികളെ, ഭക്ഷണ പദാർത്ഥങ്ങളെ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്തവനാരോ. വളരെ ലളിതമായൊരു ആദർശം. ആരാണോ ഉപരിഭാഗത്ത് നിന്ന് വെള്ളം ഇറക്കി തരുന്നത്, അതുകൊണ്ട് സസ്യലതാദികളെ, പഴവർഗ്ഗങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്തവനാരോ, ആ നാഥനെ നിങ്ങൾ ആരാധിക്കണം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയുന്നു അതിന്റെ പൂർത്തീകരണമായിക്കൊണ്ട് ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ, ആ അല്ലാഹുവിന് നിങ്ങൾ സമന്മാരെ വെച്ചു പോകണ്ട, അല്ലാഹുവിന് നിങ്ങൾ സമന്മാരെ വെച്ചു പോകരുതേ എന്ന് എത്രയോ ലളിതമായിക്കൊണ്ട് ആരാധനകളും പ്രാർത്ഥനകളും നേർച്ച വഴിപാടുകളും അല്ലാഹുവിനെ മാത്രം. കാരണം സൃഷ്ടിച്ചവനവനാണ്, അന്നപാനീയങ്ങൾ നൽകുന്നവനാണ്, ആകാശഭൂമികളെ സംവിധാനിച്ചു വെച്ചവനവനാണ്. അതുകൊണ്ട് തന്നെ ആ നാഥനെ മാത്രമായിക്കൊണ്ട് ആരാധിക്കുവാനും ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ, അവന് സമന്മാരായിക്കൊണ്ട് ആരെയും വെച്ചു പോകരുതേ. പ്രാർത്ഥനകൾ മുഴുവനും അവനോട് മാത്രമായിരിക്കണമെന്ന വളരെ ലളിതമായ ആദർശം. നിങ്ങൾ ആലോചിക്കണം, ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും ഈ ഒരു വിശ്വാസം പറയാതെ, ഏകദൈവാരാധനയെ പഠിപ്പിക്കാത്തൊരു പ്രവാചകനും കടന്നുപോയിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ, പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അഥവാ യേശുക്രിസ്തു ലോകരോട് വന്ന് ഏകനായ സൃഷ്ടാവിന്റെ ദൈവത്തിന്റെ ആരാധനയെ കുറിച്ച് പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ പുത്രനാണ് എന്ന വാദം കൊണ്ടുവരികയും അദ്ദേഹത്തെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് എന്നും മാനവകുലത്തിന്റെ മുഴുവനും പാപത്തിന്റെ കറ നീക്കിക്കളയുവാൻ വേണ്ടി യേശുക്രിസ്തു കുരിശിൽ ക്രൂശിക്കപ്പെട്ടു എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടുവരികയും
അത് ദൈവത്തിന്റെ പുത്രനാണ് എന്ന വാദം കൊണ്ടുവരികയും ചെയ്യുമ്പോ ദൈവത്തിന്റെ തത്വത്തിലൂടെ അഥവാ മൂന്നിലും ഒരു അംശമാണ് യേശുക്രിസ്തു എന്ന് പറയുമ്പോ അഥവാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നാൽ കൃത്യമായി ബൈബിള് മറിച്ചു നോക്കുന്നവൻ അറിയാമല്ല, യേശുക്രിസ്തു ദൈവത്തിന്റെ ഒരു പ്രവാചകനാണ്, ദൂതനാണ്. ആ പ്രവാചകൻ വന്നുകൊണ്ട് ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്നെ വിളിച്ച് ആരാധിച്ചോ എന്നല്ല, ഞാൻ നിങ്ങളുടെ ദൈവമാണ് എന്നല്ല, മറിച്ചോ നിങ്ങൾ ആരാധിക്കേണ്ട ദൈവത്തെയാണ് എന്ന് പഠിപ്പിക്കാനാണ് സാക്ഷാൽ യേശുക്രിസ്തു ഇവിടെ വന്നിട്ടുള്ളത്. അഥവാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ക്രൈസ്തവ സഹോദരന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈസാ നബി യേശുക്രിസ്തു എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു പ്രവാചകനാണ്. ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയാൻ പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ആ മതം പഠിപ്പിക്കുന്ന യേശുക്രിസ്തു എന്ന് പറഞ്ഞ പിലാത്തോസിന്റെ പടയാളികളുടെ ഏറുകൊണ്ട് കുരിശിന്റെ ഒരു വെളിപാടകലെ യേശുക്രിസ്തു മുട്ടുകുത്തു വീണപ്പോ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു, കർത്താവേ കർത്താവേ നീ എന്നെ കൈവെടിഞ്ഞതെന്തേ? ആലോചിക്കണേ, കർത്താവേ കർത്താവേ നീ എന്നെ കൈവെടിഞ്ഞതെന്തേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം, ഏത് പാനപാത്രം? കുരിശാകുന്ന പാനപാത്രം എന്നിൽ നിന്ന് ഉയർത്തിയാലും എന്ന് യേശുക്രിസ്തു പ്രാർത്ഥിച്ചത് ആരോടാ? ദൈവത്തിനോടാ. തീർന്നില്ല. സാത്താനിന്റെ പ്രയാസമുണ്ടായപ്പോ സാത്താനെ സാത്താനെ നീ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ചു നമിച്ചു ജീവിക്കണമെന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? നീ എന്നെ വിളിച്ച് ആരാധിച്ചോ, നീ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോ എന്നല്ല, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ചു നമിച്ചു ജീവിക്കണമെന്ന് എഴുതപ്പെട്ടിട്ടില്ലേ എന്ന് പഠിപ്പിച്ച യേശുക്രിസ്തുവിന്റെ അനുയായികൾ അവര് പ്രാർത്ഥിക്കേണ്ടത് സാക്ഷാൽ ദൈവത്തോടായിരിക്കണം. അവന് അല്ലാഹു എന്ന് വിളിച്ചാലും ദൈവമെന്ന് വിളിച്ചാലും യഹോവ എന്ന് വിളിച്ചാലും സൃഷ്ടിച്ചവനായ രക്ഷിതാവ് അവനൊന്നാണ്. അറേബ്യൻ ബൈബിളുകളിലൂടെ നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ്. അറേബ്യൻ ബൈബിളുകളിലൂടെ യഹോവ എന്നുള്ള നാമകരണത്തിന് അറേബ്യൻ ട്രാൻസ്ലേഷൻ അല്ലാഹു എന്നുള്ള പദമാണ്. അറേബ്യൻ ട്രാൻസ്ലേഷൻ മുഴുവനും യഹോവ എന്ന പദത്തിന് പകരമായി കൊടുത്തത് അല്ലാഹു എന്നുള്ളതാണ്. ഇവിടെ നാം ആലോചിക്കേണ്ടത് മതങ്ങൾ തമ്മിൽ ഭിന്നിക്കുവാനോ വിഭാഗീയതകളിലേക്ക് വരുവാനോ അല്ല. മുഴുവനും ആകാശഭൂമികളെ സൃഷ്ടിച്ച ഈ അണ്ടകടാഹങ്ങളെ മുഴുവനും സൃഷ്ടിച്ച ഏകനായ തമ്പുരാന്റെ മുന്നിൽ നമിക്കുവാനും ആരാധിക്കുവാനും പ്രണമിക്കുവാനും പഠിപ്പിക്കുന്ന ഒരു ഏകത്വത്തിന്റെ ആദർശത്തിലേക്ക് മടങ്ങുവാനാണ്. അതാണ് ഋഗ്വേദത്തിലൂടെ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്ന വളരെ കൃത്യമായ ആദർശമാണ്. അണ്ടകടാഹങ്ങളുടെ സൃഷ്ടാവായ ഏകനായ ദൈവത്തെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കുമ്പോ അണ്ടകടാഹങ്ങളുടെ സൃഷ്ടാവായ ഏകനായ ദൈവത്തെ ഏകം സന്നിപ്രാ ബഹുധാവദന്തി എന്ന സത്തായ ഒന്നിനെ വിദ്വാന്മാര് പലതായി പ്രകീർത്തിച്ചതാണ് എന്നൊരു സത്യം മനുഷ്യൻ ഉൾക്കൊള്ളുമ്പോ ദൈവം എന്നുള്ളത് ഒന്നേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യത്തിലൂടെ അത് മനുഷ്യൻ എവിടെ നിന്ന് പഠിക്കണം, അവന്റെ പ്രമാണങ്ങളിൽ നിന്ന് അവൻ അറിയേണ്ടതുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാര് മുഴുവൻ ആലോചിക്കേണ്ടത് നമ്മൾ ആരാധിക്കപ്പെടുന്ന ദൈവം ആരായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ഭൂമിയുണ്ട്, ആകാശമുണ്ട്, വെള്ളമുണ്ട്, വായുവുണ്ട്. ആരാ പ്രവാചകർ മുമ്പ് ഇത് സംവിധാനിച്ചു വെച്ചത്? അതൊരു ദൈവമാണെങ്കിൽ മുഹമ്മദ് നബിയെ അല്ല ആരാധിക്കേണ്ടത്, മറിച്ച് മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ് ഇത് സംവിധാനിച്ചു വെച്ചവൻ ആരാണോ ആ ദൈവത്തെ ആരാധിക്കണം. അതുപോലെ തന്നെ ഇവിടെ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് വായുവുണ്ട്, വെള്ളമുണ്ട്, ഭൂമിയുണ്ട്, ആകാശമുണ്ട്. ആരാ ഇതിനെ സംവിധാനിച്ചു വെച്ചവൻ? ഒരു രാവിന്റെയും പകലിന്റെയും ഇടയിലാണ് യേശുക്രിസ്തു ജനിക്കുന്നതെങ്കിൽ യേശുക്രിസ്തുവിനെ കന്യാമറിയം പ്രസവിച്ചിട്ടത് ഒരു ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അതല്ല ഒരു കാലിത്തൊഴുത്തിലാണ് എന്ന്, പുൽത്തകിടിയിലാണ് എന്ന് ബൈബിള് പറയുമ്പോ യേശുക്രിസ്തു ഇവിടെ ജനിക്കുമ്പോ ആരാണ് ഈ ആകാശഭൂമികളെ ഇവിടെ സംവിധാനിച്ചു വെച്ചവൻ? ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ്, ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് ആകാശവും ഭൂമിയും വായുവും വെള്ളവും ഉണ്ടെങ്കിൽ ആരാ ഇതിനെ സംവിധാനിച്ചു വെച്ചവൻ? ആ ദൈവത്തെ ആരാധിക്കണമെന്ന വളരെ ലളിതമായ, ഏറ്റവും ലളിതമായ ഒരു ആദർശത്തിലേക്ക് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ ഒരു തത്വത്തിലൂടെ ആരുമായി മത്സരിക്കുവാനോ ആരുവാനോ ജയിക്കുവാനോ അല്ല. ആലുവ കടപ്പുറത്ത് എഴുതി വെച്ച ഒരു വാചകമാണ്, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ എന്നുള്ള സത്യം മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള. മതങ്ങൾ തമ്മിൽ ഭിന്നിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യങ്ങളിൽ സഹോദരന്മാരെ, ഇസ്ലാം എന്നുള്ള ഏകദൈവാരാധനയിൽ അർപ്പിതമായിട്ടുള്ളൊരു മതത്തിനെ മാറ്റിത്തിരുത്തിയപ്പോ
ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പടർന്നു പന്തലിക്കുന്ന ഇസ്ലാമിക ടെററിസം, ഇസ്ലാം എന്നുള്ളത് ഒരു ഭീകരവാദമാണ് എന്ന തെറ്റായ ഒരു കാഴ്ചപ്പാട് ജനങ്ങൾക്കിടയിൽ മുഴുവനായി വന്നപ്പോഴും അതെന്തുകൊണ്ട് സംഭവിച്ചു? പ്രമാണം പിടിക്കാത്തത് കൊണ്ടാണ്. പ്രമാണം പിടിക്കാത്തത് കൊണ്ടുണ്ടായ ഒരു അബദ്ധമാണ്. പരസ്പര വൈരുദ്ധ്യങ്ങളായ രാവും പകലും പോലെ വ്യത്യസ്തമായി കിടക്കുന്ന ലൗ ജിഹാദ് എന്ന് പറയുന്ന തെറ്റായ ഒരു ഉദ്ധരണി മുസ്ലിം സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അതേതുപോലെ എന്ന് ചോദിച്ചാൽ, ഒരു ചൂടുള്ള ഐസ്ക്രീം എന്നൊരുത്തം പറഞ്ഞാൽ അവനെ വിഡ്ഢി എന്ന് വിരൽ ചൂണ്ടുകയില്ലേ? ചൂടുള്ള ഐസ്ക്രീം എന്ന് പറയുമ്പോ അവന് വിഡ്ഢി എന്ന് വിരൽ ചൂണ്ടും. കാരണം ലവ് എന്നുള്ളത് വേറെ ഒരു പദം, ജിഹാദ് എന്നുള്ളത് വേറെ ഒരു പദം. വാളെടുത്തുകൊണ്ട് ആയുധമെടുത്തുകൊണ്ടുള്ള യുദ്ധം മാത്രമാണ് ജിഹാദി എന്ന ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് മുമ്പിൽ വന്നപ്പോ, ജിഹാദ് എന്ന് പറയുമ്പോ കഠിനമായ പരിശ്രമങ്ങളിലൂടെ അവന്റെ മാതാപിതാക്കളെ അവൻ എത്ര പ്രയാസപ്പെട്ടുകൊണ്ട് പരിചരിക്കുന്നുവോ അതവൻ അവന്റെ മാതാപിതാക്കളോട് ചെയ്യുന്ന ജിഹാദാണ്. ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ആര് പ്രയാസം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ അതവൻ ചെയ്യുന്ന ജിഹാദാണ്. ലോകത്ത് മുഴുവനും സീതനം എന്ന് പറയുന്ന നാണം കെട്ട ഏർപ്പാടിലേക്ക് കാലം കൂലം കുത്തിക്കൊണ്ടിരിക്കുമ്പോ, സീതനമില്ലാതെ വിവാഹം കഴിക്കുവാൻ ഒരു മനുഷ്യൻ തയ്യാറാകുമ്പോ അതവൻ ചെയ്യുന്ന ജിഹാദാണ്. ഇസ്ലാം ഒരിക്കലും വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതമല്ല എന്ന വള്ളത്തോൾ നാരായണ മേനോന് അല്ലാഹു എന്ന് പറഞ്ഞൊരു കവിത എഴുതിയപ്പോ, എന്തുകൊണ്ട് വള്ളത്തോൾ നാരായണ മേനോന് അല്ലാഹു എന്ന് പറഞ്ഞൊരു കവിത എഴുതി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്രം മനസ്സിലാവാഹിച്ചെടുത്ത വള്ളത്തോൾ നാരായണ മേനോൻ, പ്രവാചകൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങവേ തന്റെ വാൾ ഒരു മരത്തിന്റെ മേലെ തൂക്കിയിട്ടുകൊണ്ട് അതിന്റെ താഴെ വിശ്രമിക്കും ഒരു അറാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് വാളെടുത്തുകൊണ്ട് മുഹമ്മദ് നബിയുടെ കണ്ടുനാടിക്ക് നേരെ ഓങ്ങിക്കൊണ്ട് ചോദിക്കുന്നു, മുഹമ്മദ്, നിന്നെ ഇപ്പോൾ എന്നിൽ നിന്ന് ആര് രക്ഷിക്കും? പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു രക്ഷിക്കും എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വാള് താഴെ വീണുപോയി. ആ വാളെടുത്തുകൊണ്ട് പ്രവാചകൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിന്നെ ഇപ്പോൾ എന്നിൽ നിന്ന് ആര് രക്ഷിക്കും? നീയല്ലാതെ ആരും രക്ഷിക്കാനില്ല എന്ന് മുഹമ്മദ് നബിയോട് പറയുമ്പോ പ്രവാചകൻ ആ മനുഷ്യനെ നിർബന്ധമായ ഒരു മതപരിവർത്തനത്തിലേക്ക് കൊണ്ടുവന്നില്ല. നിർബന്ധമായ ഒരു മതപരിവർത്തനത്തിലേക്ക് പ്രവാചകൻ ആ മനുഷ്യനെ കൊണ്ടുവന്നിട്ടില്ല. ഈ സംഭവം മനസ്സിൽ ആവാഹിച്ചെടുത്ത വള്ളത്തോൾ നാരായണ മേനോൻ അല്ലാഹു എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട്. സഹോദരന്മാരെ, ആലോചിക്കണമില്ല, ഇസ്ലാം എവിടെയും വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതമല്ല. പക്വതയില്ലാത്ത വിദ്യാർത്ഥികൾക്കിടയിൽ കാണപ്പെടുന്ന ക്യാമ്പസ് പ്രണയങ്ങൾ മുഴുവനും ഇസ്ലാമികമായ പ്രണയമാണ്. വശീകരിക്കുവാനും മതപരിവർത്തനത്തിലേക്ക് കൊണ്ടുവരുവാനുമുള്ള തെറ്റായ ധാരണയാണ് ജനങ്ങൾക്കുള്ളതെങ്കിൽ എന്റെ സഹോദരന്മാരെ ആലോചിക്കണം. പ്രണയത്തിന്റെ പേരിൽ കാലം കൂലം കുത്തിക്കൊണ്ടിരിക്കുമ്പോ ആര് പ്രണയിക്കാതെ ജീവിക്കുന്നുവോ അതാണ് അവൻ ചെയ്യുന്ന ജിഹാദി എന്ന് അത് മനസ്സിലാക്കണം. പിന്നെ എങ്ങനെയാ ലവും ജിഹാദും തമ്മിൽ യോജിച്ചു വരുന്ന ഒരു നാണം കെട്ട ഏർപ്പാടുണ്ടാവുക സഹോദരന്മാരെ? അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ ഇസ്ലാമിലില്ല. മതപരിവർത്തനം പോലും ഇസ്ലാം നിർബന്ധമായപ്പോൾ മതപരിവർത്തനത്തിന് ഇസ്ലാം ഒരിക്കൽ പോലും അംഗീകാരം നൽകുന്നില്ല. ഖുർആനിന്റെ 2-ാം അധ്യായത്തിന്റെ ആയത്തിൽ കുറിച്ചതിന് ശേഷം അല്ലാഹു തആല പറയുന്ന ആയത്ത് പോലും ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, മതത്തിൽ ഒരിക്കലും തന്നെ ബലാത്കാരമില്ല. സത്യവും അസത്യവും എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്റെ സഹോദരന്മാരെ ആലോചിക്കണം, ഇസ്ലാം എന്നുള്ളത് വളരെ ലളിതമാണ്. അത് പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കണം മനുഷ്യൻ. ആ പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കാത്തതിന്റെ അപകടമാണ് സമൂഹം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അഥവാ ഞാൻ സൂചിപ്പിച്ചുവല്ല, ഏറ്റവും അടിസ്ഥാനപരമായ തത്വം അഥവാ ഏകദൈവ ആരാധന, അതിൽ നിന്ന് മനുഷ്യൻ വളരെ ധാരാളമായി വ്യതിചലിച്ചു പോയിട്ടുണ്ട് എന്നൊരു സത്യമാണ് നാം ഉൾക്കൊള്ളേണ്ടത്. ഏകദൈവ ആരാധനയിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. വിശിഷ്യ മുസ്ലിം സമൂഹം പോലും ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. മുഹമ്മദ് നബിയോട് ആരാധിക്കുന്ന, മുഹ്യിദ്ദീൻ ശൈഖിനോട് ആരാധിക്കുന്ന ഒരു വിഭാഗമായി കൊണ്ട് ആധുനിക മുസ്ലിങ്ങൾ മാറിപ്പോയി. എന്റെ സഹോദരന്മാരെ ആലോചിക്കേണ്ടത്, മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ആയുഷ്കാലം മുഴുവനും ഏകദൈവ ആരാധനയ്ക്ക് വേണ്ടി അധ്വാനിക്കുമ്പോ അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പിട കൊണ്ട് രചിച്ച ഫത്ഹുർ റബ്ബാനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 154-ാമത്തെ പേജിലൂടെ, പുതിയ പ്രിന്റിലാണെങ്കിൽ 123-ാമത്തെ പേജ്, അദ്ദേഹം പറയുന്ന ഒരു വാചകം, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ് കുല്ലു ശൈഇൻ തഅ്തമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ് വഹുവ സനമുക ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മാ ശിർകുൽ ഖൽബ് കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്
നീ എങ്ങനെയാണടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക? വഫീ ഖൽബിക കംഇലാഹ്, നിന്റെ മനസ്സിൽ ഒരുപാട് ആരാധന്മാരെ പൂജിച്ചു വെച്ചുകൊണ്ട് നീ എങ്ങനെയാണടോ നിന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്? കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ്, എല്ലാ വസ്തുക്കളും അല്ലാഹുവിനെ കൂടാതെ അതിലേക്ക് അവലംബിക്കുമ്പോ, അതിലേക്ക് ആശ്രയിക്കുമ്പോ, വഹുവ സനമുക, അത് നിന്റെ വിഗ്രഹം തന്നെയാ. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മാ ശിർകുൽ ഖൽബ്, മനസ്സിൽ ബഹുദൈവാരാധന വെച്ചുകൊണ്ട് നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് നിനക്ക് ഉപകാരപ്പെടില്ല, അത് നിനക്ക് ഉപകാരപ്പെടില്ല. വളരെ കൃത്യമായി പ്രമാണങ്ങള് അല്ലേ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായി പഠിപ്പിക്കുക. നീ എങ്ങനെയാ നിന്റെ നാവ് കൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക? നിന്റെ മനസ്സിൽ മറ്റു പല ആരാധ്യന്മാരെയും പൂജിച്ചു വെച്ചുകൊണ്ട്. ഇത് മുഹ്യിദ്ദീൻ ശൈഖ് പഠിക്കുമ്പോ, എന്റെ പഠിപ്പിക്കുമ്പോ എന്റെ സഹോദരന്മാരെ ആലോചിക്കേണ്ടത്, മുഹ്യിദ്ദീൻ ശൈഖ് എഴുതിയ ഗ്രന്ഥങ്ങൾ എന്താണ് എന്ന് ഇന്ന് മുസ്ലിം സമൂഹത്തിന് അറിയില്ല. ഞാൻ ആരോടും തർക്കിക്കുവാനോ ആരോടും മത്സരിക്കുവാനോ അല്ല. പകൽ വെളിച്ചം പോലെ തെളിഞ്ഞു കിടക്കുന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിൽ തുറന്നു പറയുക മാത്രമാണ്. ഞാൻ വളരെ ആമുഖമായി കൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങണമെന്ന വാദം നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുന്നില്ല. ഞാനിവിടെ പറയുന്ന വിഷയങ്ങളെ പേജുകൾ, ആയത്തുകളെ, നമ്പറുകൾ ഞാൻ സൂചിപ്പിക്കും. നിങ്ങളത് കൊണ്ടുപോയി പഠനത്തിന് വിധേയമാക്കി സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാം, അല്ലെ നിങ്ങൾക്ക് തള്ളിക്കളയാം. നമുക്ക് യാതൊരു നിർബന്ധവുമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. സത്യവും അസത്യവും നിങ്ങൾക്ക് മുന്നിൽ വ്യക്തമാണ്, സത്യവും അസത്യവും നിങ്ങൾക്ക് മുന്നിൽ വ്യക്തമാണ് എന്ന് പ്രമാണം പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വീകാര്യമാകുന്നുവെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാം. സഹോദരന്മാരെ, മുഹ്യിദ്ദീൻ ശൈഖിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന്, അഥവാ ഫത്ഹുർ റബ്ബാനി, ഫുതൂഹുൽ ഐബ്, ഉഞ്ഞിത്തു താലിബീൻ തുടങ്ങിയ മുഹ്യിദ്ദീൻ ശൈഖിന്റെ കൈപ്പട കൊണ്ട് രചിച്ച കിതാബുകളിൽ നിന്ന് നിങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കണം. അദ്ദേഹം ഒരു സലഫി ആദർശക്കാരനായിരുന്നു, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു, ഒരു മഹാനായ മനുഷ്യനാണ്. അതല്ലാതെ ഇന്ന് മുസ്ലിം സമൂഹത്തിന് ഞാൻ തുറന്നു പറയുകയാ, സാധാരണ അറിയുന്നത് മുഹ്യിദ്ദീൻ മാല അറിയാം, ഖുത്ബിയ്യത്ത് അറിയാം. ഇതൊക്കെ മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ മറ്റുള്ളവർ എഴുതിയുണ്ടാക്കിയതാണ്. ഒരാളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ അടിസ്ഥാനപരമായ ഗ്രന്ഥങ്ങളെയാണ് നാം പഠിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, മുഹ്യിദ്ദീൻ ശൈഖ് സ്വന്തമായി രചിച്ച ആ ഗ്രന്ഥങ്ങളെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. ഇന്ന് മുസ്ലിം സമൂഹം ആരാധന എന്നുള്ളത്, ആരാധനയുടെ പ്രധാനപ്പെട്ട വിഷയമാണ്, പ്രധാനപ്പെട്ട വിഭാഗമാണ് പ്രാർത്ഥന എന്നുള്ളത്. ആ പ്രാർത്ഥന പോലും അല്ലാഹു അല്ലാത്തവരോട് അർപ്പിച്ചു. എത്രത്തോളം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് വന്ന പ്രവാചകനെ ദൈവത്തിന്റെ പുത്രനായി അവർ കണ്ടതുപോലെ മുസ്ലിം സമൂഹം മുഹമ്മദ് നബിയെ ഒരു ദൈവത്തിന്റെ സ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി എന്ന മനുഷ്യൻ അറിയാത്ത, അതല്ലെങ്കിൽ അവൻ മനസ്സിലാക്കാതെ പാടിക്കൊണ്ടിരിക്കുന്ന സത്യമായ ഒരു യാഥാർത്ഥ്യം അവന്റെ മുന്നിലുണ്ട്. ഇന്ന് ഇസ്ലാം എന്നുള്ളത് പാടെ മാറ്റപ്പെട്ടു പോയി. നിലവിളക്കുകളോട് ആരാധനകൾ കാണിക്കുന്ന, ശവകുടീരങ്ങളോട് ആരാധനാ മനോഭാവങ്ങൾ കാണിക്കുന്ന, കച്ചവടവൽക്കരണങ്ങൾ മതത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്ന, ജൂതക്രിസ്ത്യാനികളുടെ ആചാരങ്ങൾ അടിക്കടിയായി മതത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹം വന്നു. എന്റെ സഹോദരന്മാരെ ആലോചിക്കേണ്ടത്, ഏത് ആചാരം ഞാൻ സ്വീകരിക്കണം, അതിനെവിടെ നിന്ന തെളിവ്? അത് പ്രമാണങ്ങളിൽ നിന്നാണ്. സത്യം നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 2-ാം അധ്യായത്തിന്റെ 111-ാമത്തെ ആയത്തിലൂടെ പരിശുദ്ധ ഖുർആൻ യഹൂദികളും നസ്രാനികളുമായ ആളുകൾ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാ, വഖാലൂ ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറാ, യഹൂദിയോ നസ്രാനിയോ ആയാലല്ലാതെ സ്വർഗത്തിലേക്ക് പോവുകയില്ല എന്നവർ പ്രവാചകനോട് വന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹു തആല പറയുന്നു, കുൽ നബിയേ താങ്കൾ പറഞ്ഞുകൊള്ളുക, ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ തെളിവുകൾ കൊണ്ടുവാ. ബ്രിങ് ദ എവിഡൻസ്. എവിടെയാ തെളിവ്? തെളിവുണ്ടോ? നമുക്ക് സ്വീകരിക്കാം. കണ്ടോ, തെളിവുകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു അവസ്ഥയാണ് ഇസ്ലാം നൽകുന്നത്. അതുകൊണ്ട് തന്നെ തെളിവുകൾക്ക് അടിസ്ഥാനത്തിലാണ് മതത്തിനെ നാം മനസ്സിലാക്കേണ്ടത്.
അല്ലേ? ആ ജൂത ക്രിസ്ത്യാനികളോട് റസൂല് നിങ്ങൾ പറയുന്നൊന്നും ശരിയല്ല, നിങ്ങൾ നരകത്തിലാണ് എന്ന് പറഞ്ഞ് തല്ലുവിട്ടില്ല. മറിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നതിന് തെളിവുണ്ടോ, കൊണ്ടുവാ, നമുക്ക് സ്വീകരിക്കാം. അഥവാ തെളിവുകൾ വേണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോൾ അത് ആരാധനയാണ്, പ്രാർത്ഥന ആരാധനയാണ് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പോലും സാക്ഷിയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആഫിറിന്റെ 60-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വളരെ കൃത്യമായി പഠിപ്പിച്ചു, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവിതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളുക, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചു കൊള്ളുക. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നിങ്ങൾ എന്നോട് ദുആ ചെയ്തു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, നമ്മോടുള്ള ആരാധനയിൽ ആര് അഹങ്കാരം കാണിക്കുന്നവോ, ഏത് ആരാധന? അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്തുകൊണ്ട്. ലേ, വളരെ കൃത്യമായി അല്ലാഹു തആല പറഞ്ഞു. അവിടെ ഉപയോഗിച്ച പദം പോലും ദുആ എന്നുള്ളതാ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്തു കൊള്ളുക, നിങ്ങൾ എന്നോട് തേടിക്കൊള്ളുക, പ്രാർത്ഥിച്ചു കൊള്ളുക. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹു അല്ല, അല്ലാഹുവിനോട് ആ ആരാധനയിൽ ആര് വിമുഖത കാണിക്കുന്നുവോ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, വളരെ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ സൂറത്ത് അഹ്കാഫിന്റെ 5-6 ആയത്തുകളിലൂടെ ലോകത്തിലെ ഏറ്റവും വഴികെട്ടതായ മനുഷ്യനാരാണെന്നോ, വമൻ അളല്ലു മിമ്മൻ യദഊ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. വമൻ അളല്ലു, ഏറ്റവും വഴികെട്ടവൻ ആരുണ്ട്? മിമ്മൻ യദഊ മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനെ കൂടാതെ മറ്റുള്ളവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ വഴികെട്ടവൻ ആരുണ്ട്? അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനകളെ തൊട്ട് അശ്രദ്ധരാണ്. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ഇവരുടെ പ്രാർത്ഥനകളെ തൊട്ട് അവർ അശ്രദ്ധരാണെന്ന്. പ്രാർത്ഥനകളെ തൊട്ട് അവർ അശ്രദ്ധരാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും വഴികെട്ടവൻ ആരുണ്ട്? അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ. അതുകൊണ്ട് അല്ലാഹു തആല അവസാനിപ്പിച്ചില്ല. ഇത് കേവലം വിഗ്രഹങ്ങളെയോ മുള്ളുകളെയോ മരങ്ങളെയോ ഉദ്ദേശിക്കുന്നതല്ല. നേരെ മറിച്ച് തഫ്സീർ റാസിയിലൂടെ ഇമാം റാസി പറയുന്നു, വയജൂസാനി അയ്യുരീദ കുല്ല മഅബൂദിൻ മിൻ ദൂനില്ലാഹ് മിൻ ഈസാ വഉസൈർ വൽ ജിന്നി വൽ അസ്നാം, ജിന്നുകളെയും വിഗ്രഹങ്ങളെയും ഈസാ നബിയെയും ഉസൈർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും എല്ലാവരെയും ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടാമെന്ന് ഉസൈർ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല തുടർന്നുള്ള ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നു, വഇദാ ഹുശറന്നാസു കാനൂ ലഹും അദാ വകാനൂ ബിഇബാദതിഹിം കാഫിറൂൻ. വഇദാ ഹുശറന്നാസു, ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയാൽ, കാനൂ ലഹും അദാ, ഇവർ അവർക്ക് ശത്രുക്കളായി തീരുന്നതാണ്. മുഹമ്മദ് നബിയോട് ആരെങ്കിലും ദുആ ചെയ്തു പോയാൽ നാളെ പരലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ശത്രുവായി തീരും. മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ആരെങ്കിലും ദുആ ചെയ്തു പോയാൽ നാളെ പരലോകത്ത് മുഹ്യിദ്ദീൻ ശൈഖ് അവന്റെ ശത്രുവാണ്. ഈസാ നബിയോട് ആരെങ്കിലും ദുആ ചെയ്യുന്നുണ്ടോ, നാളെ പരലോകത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവന്റെ ശത്രുവാണെന്ന് പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായത്തിന്റെ 116-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാത്തവരോട് ആരോട് ദുആ ചെയ്തോ അവര് നാളെ പരലോകത്ത് വെച്ച് അവരുടെ ആരാധനകളെ അവരെ നിഷേധിച്ച് തള്ളുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്കാഫിന്റെ 6-ാമത്തെ ആയത്തിലൂടെ. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹുവോട് പ്രാർത്ഥിച്ചാൽ മതി നമുക്ക്, അല്ലാഹു പോരെ. നിങ്ങൾ ഇത് വളരെ ലളിതമായിട്ട് ആലോചിക്കുവാൻ, അല്ലാഹുവിനേക്കാൾ കഴിവുള്ളവൻ ലോകത്ത് ആരും തന്നെയില്ല. അല്ലാഹുവോട് ദുആ ചെയ്യണം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയാനാണ് ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ ലോകത്ത് വന്നിട്ടുള്ളത്.
പരിശുദ്ധ ഖുർആനിൽ വന്ന മുഴുവൻ പ്രാർത്ഥനകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അത് മുഴുവനും അള്ളാഹുവിനോടാണ്. അതല്ലെങ്കിൽ നിങ്ങൾ പരിശോധിക്കുക. എന്റെ സഹോദരന്മാരോട് ഞാൻ ചോദിക്കുക, പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫാത്തിഹ മുതൽ നാസ് വരെ വന്ന ആയത്തുകളിൽ ഒരുപാട് തവണ ഒരുപാട് പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന ആ പരിശുദ്ധ ഖുർആനിലുണ്ടോ? ഇത് നിങ്ങൾ വളരെ സൂക്ഷ്മമായി ഏതൊക്കെ പണ്ഡിതന്മാരുണ്ടോ, നിങ്ങൾക്കറിയാൻ കഴിയുന്നവർ, ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവരാരുണ്ടോ അവരോടൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാ. അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്ത ദുആ ഉള്ള ഒരു പ്രാർത്ഥന, അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന അത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് കാണിച്ചു തരാൻ കഴിയുമോ? രണ്ടാമത്തെ വിഷയം, ലക്ഷക്കണക്കിന് നബിമാരെ അല്ലാഹു തആല അയച്ചു. 25ഓളം വരുന്ന നബിമാരുടെ പേരുകൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. പല നബിമാരെ കുറിച്ചും അവരുടെ ജീവിതത്തിലെ പ്രബോധനങ്ങളെ കുറിച്ച് പറഞ്ഞു. അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്ത, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ച ഒരു നബിയുടെ പേരുണ്ടെങ്കിൽ അത് പറ. ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ വന്നത് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ, ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ പറഞ്ഞത് അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനകൾ. ഞാൻ പറയുന്ന സ്ക്വയർ ഫീറ്റ് കണക്ക് പേപ്പറുകൾ കൊണ്ടുവന്നാലും അല്ലാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥനകൾ എഴുതി തരാൻ കഴിയും. എന്നാൽ ഒരു അര പേജ് തന്നിട്ട് അല്ലാഹുവല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന അത് എഴുതി തരാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും അതിന് സാധ്യമല്ല. നിങ്ങൾ ആലോചിച്ചാൽ, നിങ്ങൾ പഠിച്ചാൽ അത് മനസ്സിലാക്കാവുന്ന വിഷയമാണ്. സൂറത്ത് ഫാത്തിഹ മുതൽ തുടങ്ങി ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലി رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. എത്രമാത്രം വരുന്ന പ്രാർത്ഥനകളാ അത് മുഴുവനും റബ്ബി റബ്ബന അല്ലാഹുമ്മ. ഇതല്ലാത്തൊരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിലുണ്ടോ? നമ്മളിത് ആലോചിക്കണം. ഖുർആൻ വന്നത് ഈ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുവാനാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആപത്ത് ഘട്ടങ്ങളും പ്രയാസങ്ങളും വന്നപ്പോ നബിമാരാരോടാ പ്രാർത്ഥിച്ചത്? ആപത്ത് ഘട്ടങ്ങൾ ഉണ്ടായപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകന 12 കൊല്ലക്കാലം രോഗം കൊണ്ടുവന്ന് അള്ളാഹു തആല പരീക്ഷിച്ചു. ശരീരമാസകലം വ്രണങ്ങളുണ്ടായി, പൊട്ടിയൊലിച്ച ദുർഗന്ധം വമിച്ചു. കൂട്ടുകുടുംബക്കാർ മുഴുവനും അകന്നു നിന്നു. അവിടെ നിന്ന് ഭാര്യ പോലും പറഞ്ഞു, നിങ്ങളൊരു നബിയായിട്ട് പോലും അക്ഷമയുടെ വർത്തമാനം പറഞ്ഞു പോകരുത് എന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം ഭാര്യ ഉപദേശിക്കുക. എന്നിട്ടോ അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. ആരോട്? അല്ലാഹുവിനോട്. മുമ്പ് കടന്നു വന്ന നബിമാരാടാണോ? അല്ല. അവരുടെ ഹക്ക് ബർക്കത്ത് കൊണ്ടാണോ? അല്ല, മറിച്ചോ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ഖുർആനിൽ പറഞ്ഞു, അയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു, അയ്യൂബ് നബി അലൈഹിസ്സലാം തന്റെ രക്ഷിതാവിനോട് ദുആ ചെയ്തതായ സന്ദർഭം. അന്നീ മസ്സനിയൽ ദുർറു, എനിക്കാകെ പ്രയാസം ബാധിച്ചിരിക്കുകയാണ്. വഅൻത അർഹമുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവരല്ല നാഥാ. കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവരല്ല നാഥാ. 12 കൊല്ലക്കാലം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടും ആ പ്രവാചകന്റെ മനസ്സ് മട്ടിച്ചു പോയില്ല. നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്കാണെങ്കിലോ 12 കൊല്ലം പോയി 12 ദിവസം വന്നാൽ അത് സഹിക്കാനുള്ള ശേഷി നമുക്കില്ല. മനുഷ്യൻ അവൻ തോന്നിയ വഴികളിലൂടെ സഞ്ചരിക്കും. എന്നാൽ 12 കൊല്ലവും അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്തുകൊണ്ട് ആ പ്രവാചകൻ പറയാ, വഅൻത അർഹമുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവനല്ലേ നാഥാ. മനസ്സപ്പോഴും അള്ളാഹുവിലുള്ള പ്രതീക്ഷയാ. ഇനി നിങ്ങൾ ആലോചിക്കുക, 2 പ്രവാചകന്മാരെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. മക്കളില്ലാതെ പ്രയാസം അനുഭവിച്ച 2 പ്രവാചകന്മാർ. ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മറ്റൊന്ന് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം.
2 പ്രവാചകന്മാരും 90 ചില്ലാനം കൊല്ലം മക്കളില്ലാതെ അല്ലാഹു തആല പരീക്ഷിച്ചു. ഈ കൊല്ലത്തിനിടക്ക് അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലും ആ പ്രവാചകന്മാര് പ്രാർത്ഥിച്ചോ? അബൂബക്കർ ഹാജി ഗുരുവായൂർ അമ്പലത്തിലെ വെണ്ണ കൊണ്ട് തുലാഭാരം നടത്തി. ആര്? അബൂബക്കർ ഹാജി. മക്കയിൽ പോയി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളില്ലാണ്ട് നടത്തിയ ജീവിച്ച ചരിത്രങ്ങളെ മനസ്സിൽ അനുസ്മരിച്ചു കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ് ഈ രീതിയിലൂടെ പ്രവർത്തിക്കുന്നത്. അതിന് മറന്നുകൊണ്ട് വടക്കഞ്ചേരിയിലെ അഹമ്മദ് ഹാജി ഇരട്ട തുലാഭാരം ഗുരുവായൂർ അമ്പലത്തിലെ മനോരമ പത്രം വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തതാ. ഞാൻ പറയുന്നത്, ഈ പ്രവാചകന്മാര്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ പ്രവാചകന്മാര് മക്കളില്ലാതെ ഒരുപാട് കാലം പ്രയാസം അനുഭവിച്ചു എന്നും പ്രയാസഘട്ടങ്ങളിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നും പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയപ്പോ അതെവിടെയാ ഉള്ളത്? ഖുർആനിന്റെ 19-ാം അധ്യായം സൂറത്ത് മറിയമിന്റെ തുടക്കം മുതൽ തന്നെ നിങ്ങൾ പരിശോധിച്ചോ, അവിടെ കാണാം കഫാ യാ ഐൻ സാദ് ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയാ. സക്കരിയ നബി അലൈഹിസ്സലാം വളരെ രഹസ്യമായി കൊണ്ട് തന്റെ രക്ഷിതാവിനോട് ദുആ ചെയ്തതായ സന്ദർഭം ഏതാണ്? സന്ദർഭമെന്നോ, വഹനൽ അൽമു മിന്നീ വശഅല റഅസു ശൈബാ. വഹനൽ അൽമു മിന്നീ, എന്റെ എല്ലെല്ലാം നുറുമ്പിപ്പോയിട്ടുണ്ട്. വശഅല റഅസു ശൈബാ, എന്റെ മുടിയെല്ലാം നരച്ചു പോയി നാദാ. ഞാനൊരു വന്യകനാണല്ലോ, ഭാര്യ വയോ വന്യകയാണല്ലോ നാദാ. ഇനിയൊരു മക്കളുണ്ടാവുകയില്ലല്ലോ റബ്ബേ. വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയാ, എന്റെ റബ്ബേ നിന്നോട് ദുആ ചെയ്തിട്ട്, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനായി പോയിട്ടില്ല നാദാ. നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനായി പോയിട്ടില്ല നാദാ. ഇത്രയും കൊല്ലം അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വന്നപ്പോഴും അല്ലാഹു അല്ലാത്ത ഒരാളോട് പോലും സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടില്ല, ദുആ ചെയ്തിട്ടില്ല. ഇനിയോ, ഇനി നിങ്ങൾ ആലോചിക്കേ, സക്കരിയ നബി അലൈഹിസ്സലാം കറാമത്ത് കാണുകയാ. കറാമത്ത് കണ്ടപ്പോ സക്കരിയ നബി എന്ത് ചെയ്തു? അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. അല്ലേ? അതൊക്കെ മുജാഹിദുകൾ വെറുതെ പറയാകും അല്ലേ? അല്ല കുഞ്ഞോനെ, നീ നോക്ക്, ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 37-38 ആയത്തുകൾ അല്ലേ? അവിടെ വളരെ കൃത്യമായി അല്ലാഹു തആല പറയാ, സക്കരിയ നബി അലൈഹിസ്സലാം പള്ളിയിലേക്ക് കടന്നു വരികയാ. പള്ളിയുടെ മിഹ്റാബിൽ മറിയം എന്ന് പറയുന്ന സ്ത്രീ, എന്റെ സഹോദരന്മാരെ ആലോചിക്കണം, പള്ളിയുടെ മിഹ്റാബിൽ മറിയം എന്ന് പറയുന്ന ഒരു സ്ത്രീ സ്വർഗത്തിൽ നിന്നുള്ള വിശിഷ്ടമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ആലോചിക്കുക, ഞാൻ ആലോചിച്ചു പോവുകയാ. അന്ന് കാലത്ത് സഖാഫികൾ ഇല്ലാതിരുന്നത് നന്നായി, ഇല്ലെങ്കിൽ അന്ന് മറിയം ബീവിയെ ആട്ടിയോടുത്തിരുന്നേനെ. അപ്പോ അവിടെ മറിയം ബീവി വിശിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നത് സക്കരിയ നബി കണ്ടപ്പോ സക്കരിയ നബി ചോദിക്കുക, ഇത് എവിടെ നിന്നാ? ഖാലത് ഹുവ മിൻ ഇൻദില്ലാ. മറിയം ബീവി പറയുന്നു, എന്റെ റബ്ബ് നൽകിയതാണെന്ന് പറഞ്ഞപ്പോ ഒരു കറാമത്ത് അവിടെ സക്കരിയ നബി കണ്ടപ്പോ അവിടുന്ന് പറഞ്ഞില്ല, അല്ലയോ മറിയം ബീവിയേ, എനിക്കൊരു കുട്ടിയെ തരണേ എന്ന് പറഞ്ഞില്ല. മറിച്ചോ, ഹുനാലിക ദഅ സക്കരിയ റബ്ബ റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബാ. ഹുനാലിക ദഅ സക്കരിയ റബ്ബ. അവിടെ വെച്ച് അപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാം തന്റെ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, തന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബാ. നാദാ, എനിക്കൊരു സാലിഹായ സന്താനത്തെ നൽകണേ നാദാ. ഇവിടെ എന്തേ സംഭവിച്ചു? കറാമത്ത് കണ്ടു, കറാമത്ത് അംഗീകരിച്ചു. ആരാണോ കറാമത്ത് കൊടുക്കുന്നത് ആ റബ്ബിനോട് തേടാൻ, ആ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കറാമത്തിനെ നിഷേധിക്കുന്നില്ല, കറാമത്തിനെ തള്ളിക്കളയുന്നില്ല. കറാമത്ത് കാണുന്നു, കറാമത്ത് അംഗീകരിക്കുന്നു. ആരാണോ കറാമത്ത് കൊടുക്കുന്നത് ആ റബ്ബിനോട് തേടാൻ, ആ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ.
വളരെ ലളിതമായ ഒരു ആദർശം. ഇത് പ്രമാണം പഠിപ്പിക്കുക. ഞാൻ ആലോചിക്കുക, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഈ നാട്ടിലെ പള്ളിയുടെ മുറ്റത്ത് ഒരാൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭക്ഷണം കഴിക്കുന്നത് കാണുക. ഇത് കണ്ട ഒരാൾ എന്താ ചെയ്യാ? ഇന്ന് ആധുനിക സാഹചര്യത്തില് അയാൾ വിളിച്ചു പറയും, നാട്ടുകാരെ ഒരുമിച്ച് കൂടി നല്ല ഒരു മുന്തിയ വലിയ വന്നിട്ടുണ്ട്, പിറ്റേ ദിവസം പന്തലിടും, വണ്ടികൾ വരും, മേശ വരും, പിരിവാകും, അല്ലേ? ഇത് സ്വാഭാവികമാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സഖരിയാ നബി അലൈഹിസ്സലാം കറാമത്ത് കണ്ടപ്പോഴും അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു. കറാമത്ത് വിറ്റുകൊണ്ട് കാശാക്കാൻ തീരുമാനിച്ചില്ല. ഞാനിതൊരു അനുഭവത്തിൽ നിന്നെടുത്ത് പറയാ. ഞാൻ എന്റെ കുടുംബത്തിൽ തന്നെ, എന്റെ വീട്ടിൽ, ഒരേ വീട്ടിൽ കഴിഞ്ഞിരുന്ന, ഇവിടെ പാലക്കാട് ജില്ലയിലെ പന്നിയാമ്പാടം ചുരത്തിങ്കൽ ശുഹദ എന്നും പറഞ്ഞിട്ട് അവിടെ കറാമത്തുമായിട്ട് അവിടെ നിന്ന് എന്റെ ജ്യേഷ്ഠനായിട്ട് വരും, അഥവാ എന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിലെ മകൻ. ഞങ്ങൾ ഒരു വീട്ടിലായിരുന്നു. അപ്പോ അദ്ദേഹം അവിടുത്തെ വലിയ, നമ്മുടെ കോഴിക്കോട് സാൽവേഷന്റെ സമയത്താണ് അദ്ദേഹം ആക്സിഡന്റിൽ മരിച്ചത്, അതും മുത്തുപേട്ട വെച്ചിട്ട്. അന്ന് ഇപ്പോ അത് വലിയ കറാമത്തായി അദ്ദേഹത്തിന്റെ ഖബറൊക്കെ ഉയർത്തി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിന് മക്കളില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ മക്കളില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് ചുരുക്കം നമുക്ക് എവിടെ നോക്കിയാലും മനസ്സിലാകാൻ കഴിയുന്ന ഒരു വിഷയമാണ്. സ്വാഭാവികമായിട്ട് എനിക്കതിനോട് വെറുപ്പായിരുന്നു. നിങ്ങൾ കേരളത്തിൽ ഒരുപാട് കാസറ്റും പാട്ടൊക്കെ ഇട്ട് ഇറക്കിയിട്ട് ഇന്ന് ഒരുപാട് അവരത് ഫേമസ് ആക്കാൻ നോക്കിയതാ. അപ്പോ ഇങ്ങനൊരു അവസ്ഥകൾ ഇത് മനുഷ്യൻ മനസ്സിലാക്കാത്തിടത്തോളം കാലം അവൻ എന്ന് രക്ഷപ്പെടുമെന്നാണ്. പ്രമാണത്തിന്റെ വഴിയിലൂടെ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്ന സുന്ദരമായ ആദർശം ഇന്ന് ജനങ്ങൾ അതിനോട് എതിരായി വന്നിട്ടുണ്ട്. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്നുള്ളത് സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് വരെ എഴുതി പിടിപ്പിച്ചു. ആരെ? ഹാഷിം നഈമി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ. അതിന് അവതാരിക എഴുതിയത് ഖീലത്ത് മുഹമ്മദ് മാസ്റ്റർ. വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന പുസ്തകത്തിന്റെ 37-ാമത്തെ പേജിൽ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്ന ഹെഡിങ് കൊടുത്തുകൊണ്ട് അതിന്റെ താഴെ എഴുതി വെക്കുകയാണ്, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്നുള്ളത് സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന്. പക്ഷേ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ഇബ്ലീസിന്റെ അല്ല. അതാണ് അമ്പിയാക്കളുടെ മാർഗം, അതാണ് ഔലിയാക്കളുടെ മാർഗം, അതാണ് ശുഹദാക്കളുടെ മാർഗം. ഏത് വേണമെങ്കിലും നിങ്ങൾ പരിശോധിച്ചോ. പരിശുദ്ധ ഖുർആനിലൂടെ നിങ്ങൾ ആലോചിക്കണേ, യഥാർത്ഥമായ ഔലിയാക്കൾ ആരാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ യഥാർത്ഥമായ ഔലിയാക്കളായ അസ്ഹാബുൽ കഹ്ഫ് പരിശുദ്ധ ഖുർആനിന്റെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിന്റെ 13-14 ആയത്തുകളിലൂടെ അല്ലാഹു തആല അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറഞ്ഞപ്പോ, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം, അവരുടെ രക്ഷിതാവിനെ കൊണ്ട് വിശ്വസിച്ചതായ യുവാക്കളായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസം അല്ലാഹു തആല വർദ്ധിപ്പിക്കുക. വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് കുല്ലാ ഇദൻ ശതതാ. ഖുർആൻ പറയുകയാ, ആ അസ്ഹാബുൽ കഹ്ഫ് അവരുടെ മനസ്സിന് അല്ലാഹു തആല കെട്ടുറപ്പ് നൽകി. എപ്പോഴാ? ഇത് കാമു അവർ നിലകൊണ്ടതായ സന്ദർഭത്തിൽ. ഫഖാലു, അവർ പറയുകയും ചെയ്തു, റബ്ബനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ രക്ഷിതാവ് അവൻ ആകാശഭൂമികളുടെ രക്ഷിതാവാണ്. ലൻ നദഉ മിൻ ദൂനിഹി, അവനെ കൂടാതെ ആരോടും ഞങ്ങൾ ദുആ ചെയ്യില്ല. കണ്ടോ, ഔലിയാക്കളുടെ ആദർശം കണ്ടോ, അല്ലാഹു അല്ലാത്ത ആരോടും ഞങ്ങൾ പ്രാർത്ഥിക്കില്ല എന്ന് അസ്ഹാബുൽ കഹ്ഫ് അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യുകയാ. ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇത് ഓരോ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാലും നബിമാരാണെങ്കിലും അവരുടെ പാത അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കുവാനാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പനയാണ് മുഹമ്മദ് നബിയോട്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി. ഖുൽ നബിയെ, താങ്കൾ പറഞ്ഞുകൊള്ളുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അദ്ഉ, ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. കണ്ടോ, എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊള്ളുക നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാ. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് സന്ദർഭങ്ങളിൽ ഒരുപാട് പ്രാർത്ഥനകൾ അല്ലാഹുവിനോട് മാത്രമായിട്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ സഹോദരന്മാരെ,
ഇതൊക്കെ ഖുർആൻ അള്ളാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥന എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചപ്പോ അള്ളാഹു അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന ഇല്ല ഖുർആൻ പറഞ്ഞില്ല. അതെന്തുകൊണ്ട്? അത് ഇസ്ലാമിനെ അത് ആദർശമില്ലാത്തത് കൊണ്ട്. അയ്യൂബ് നബി അള്ളാഹുവോട് പ്രാർത്ഥിച്ചപ്പോ മുമ്പുള്ള നബിമാരോട് തേടി എന്നൊരു വാക്ക് അള്ളാഹ്ക്ക് കിട്ടാഞ്ഞിട്ടാണോ? അല്ല. സക്കരിയ നബി കറാമത്ത് കണ്ടപ്പോ മറിയം ബീവിയോട് ഇടതേടി എന്നൊരു വാക്ക് അള്ളാഹ്ക്ക് കിട്ടാഞ്ഞിട്ടാണോ? അല്ല. മറിച്ചത് ഇസ്ലാമിന്റെ ആദർശമല്ല. അതുകൊണ്ട് നിങ്ങൾ എവിടെ വെച്ച് എങ്ങനെ പ്രമാണങ്ങളെ വായിച്ചു നോക്കിയാലും ഞാൻ ഈ പറയുന്ന ആയത്തുകൾ മുജാഹിദുകൾ എഴുതിയ തഫ്സീറുകളോ അതല്ലെങ്കിൽ അവരെഴുതിയ പരിഭാഷകളോ വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞ ആയത്തുകൾ സമസ്യയിൽ നിന്ന് അടിച്ചിറക്കിയ സുന്നി പരിഭാഷകളിൽ കൊണ്ടുപോയി പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് നിങ്ങൾ പറഞ്ഞോ? അതല്ലാതെ ഇതുമയാണ് എന്നൊരു വാദം നമുക്കില്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇന്ന് സമൂഹത്തിന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിനെ എതിർക്കേണ്ടി വരികയാണ്. ഓരോന്ന് ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം കൂടെ ഒരു അരമണിക്കൂർ കൂടെ നമുക്ക് സംവദിക്കാം. ആ സമയത്ത് ഇൻഷാ അല്ലാഹ് അതിന്റെ ചില ഉദാഹരണങ്ങൾ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. കേരളക്കരയിൽ മൊത്തം ഒരു തെറ്റിദ്ധാരണയാ. റസൂലിനോട് സ്നേഹമില്ല, റസൂലിനോട് സലാത്ത് ചെല്ലാത്തവരാണ്, മാല മൗലിദുകളെ തള്ളിക്കളയുന്നവരാണ്, നിഷേധിക്കുന്നവരാണ്. സഹോദരന്മാരെ, സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യം കൂടെ ഞാൻ അടിസ്ഥാനപരമായി സൂചിപ്പിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം എന്ത് പറയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുജാഹിദുകളുടെ നാവിൽ നിന്നാണ്. മുജാഹിദുകളുടെ നാവിൽ നിന്നാണ് നിങ്ങൾ സത്യം മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ മറ്റുള്ള ആളുകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന വാക്കുകൾ കേട്ടുകൊണ്ടല്ല. ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു പോയൊരു വിഷയമാണ്. ഇവിടെ നിങ്ങൾക്കറിയാലോ, തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളി പ്രദേശത്ത് ഒരാൾ എന്നോട് പറയുകയാണ്, നിങ്ങൾ പറയുന്നൊക്കെ ഞങ്ങൾ അംഗീകരിക്കാം, പക്ഷേ പറഞ്ഞത് ഇത്തിരി കടുപ്പമായി പോയി. അപ്പൊ എന്തേ പറഞ്ഞ വിഷയം എന്തേ? ഒരു കേട്ടുകേൾവിയുടെ പുറത്ത് പറഞ്ഞതാണ്, കഅബ പൊളിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് റസൂലിന്റെ ഖബർ പുറത്തേക്കെറിയുമെന്ന് മുജാഹിദുകൾ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഉത്തരമില്ലാതായി പോയി. കാരണം ഞാൻ ഇതിന് എന്ത് മറുപടി പറയും? നബിയുടെ ഖബർ കിടക്കുന്നത് മദീനയിലാണ്, കഅബയുള്ളത് മക്കത്താണ്. കഅബ പൊളിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് റസൂലിന്റെ ഖബർ പുറത്തേക്കെറിയുമെന്ന് സക്കരിയ സലാഹി പറഞ്ഞു എന്നുള്ള വിഷയമായിട്ട് ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ വന്നൊരു ചോദ്യം. ഞാൻ ഇതിനെങ്ങനെ സഹോദരന്മാർ ഉത്തരം പറയാ? ഒരു മുജാഹിദുകാരൻ അങ്ങനെ പറയോ? നിങ്ങൾ ആലോചിക്ക്, അത്രയും ഒരു വിവരദോഷിയാവോ? മദീനയിലുള്ള റസൂലിന്റെ ഖബർ കഅബ പൊളിച്ചിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ എടുത്ത് കളയാന്നൊക്കെ പറയുന്ന ഒരു ഏർപ്പാടുകൾ. അപ്പൊ സഹോദരന്മാരെ, ജനങ്ങൾ ഓരോന്ന് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുക. സലാത്ത് ചെല്ലാത്തവരാണ് എന്ന വിഷയം. ഞാൻ മലപ്പുറം ജില്ലയിലെ താനൂര് പ്രദേശത്ത് പ്രസംഗം കഴിഞ്ഞിട്ട് ഒരു തൊട്ടടുത്തൊരു വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ പ്രായം ചെന്നൊരു കാർന്നൻ എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ മനസ്സിലൊരു വിഷയം ഉണ്ടായിരുന്നു, ഈ മുജാഹിദുകൾ റസൂലിന്റെ പേരിൽ സലാത്ത് ചെല്ലില്ല എന്നൊരു വാദമാണ് ഞങ്ങളൊക്കെ കേട്ടിരുന്നത്. ഉസ്താദ് പ്രസംഗം തുടങ്ങുമ്പോൾ സലാത്ത് ചെല്ലിയിട്ടാണ് തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ സലാത്ത് ചെല്ലുമെന്ന്. അപ്പൊ ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകളുടെ പുറത്താണ്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരോട് വിനയത്തോടുകൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, മുജാഹിദുകൾ എന്ത് പറയുന്നുവോ അവരുടെ കേസറ്റുകളിൽ നിന്ന്, അതല്ലെങ്കിൽ അവരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന്, അവരുടെ പുസ്തകങ്ങളിൽ നിങ്ങൾ അത് പഠിക്കണം, അത് നിങ്ങൾ വായിച്ചു നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് വിലയിരുത്താം. എന്നിട്ട് നിങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് നിങ്ങൾ തള്ളിക്കളയണം. കാരണം ഇത് ആരുടെയും വ്യക്തിപരമായ വിഷയമല്ല. നാളെ പരലോകത്തേക്ക് വരുമ്പോൾ ഓരോരുത്തരും അവനന്റെ ഖബറിൽ എത്തപ്പെടുന്ന ഖബറിന്റെ ബർസഖിന്റെ മീസാനിന്റെ ഹിസാബിന്റെ ജന്നത്തിന്റെ സിറാത്തിന്റെ നാറിന്റെ വിഷയമാണ് എന്നുള്ളത് കൊണ്ട് ഒരാലോചനക്ക് പഠനത്തിന് വേണ്ടി വിധേയമാക്കിക്കൊണ്ട് അവിടെ ആരും രക്ഷിക്കുവാനില്ലാത്ത നാളാണെന്നൊരു കാഴ്ചപ്പാടോടുകൂടെ പ്രവർത്തിക്കുവാൻ തയ്യാറാകണമെന്ന് സാന്ദർഭികമായി കൊണ്ട് തന്നെ ഉണർത്തുകയാണ്. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിത്യജീവിതത്തിൽ എത്ര പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചു തന്നോ? ഉറങ്ങാൻ കിടക്കുമ്പോഴും, ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴും, ബാത്റൂമിലേക്ക് കയറുമ്പോഴും, അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും നിരന്തരമായി നിത്യജീവിതത്തിലൂടെ ഒരുപാട് പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചപ്പോ അല്ലാഹു അല്ലാത്തവരോടുള്ള ഏതെങ്കിലും ഒരു പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അല്ലാഹു അല്ലാത്തവരോടുള്ള ഏതെങ്കിലും ഒരു പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല എന്നുള്ളത് സത്യസന്ധമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്കിൽ ആ റസൂൽ ചലിച്ച മാർഗത്തിലൂടെ, ആ റസൂൽ പോയ മാർഗത്തിലൂടെ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് റസൂലിനെ മക്കയുടെ നാട് വിട്ടുകൊണ്ട് യസ്രിബിന്റെ മണ്ണിലേക്ക് പോകേണ്ടി വന്നത്. പ്രവാചകനെ പാലായനം ചെയ്യേണ്ടി വന്നത്, മക്കയുടെ നാടിൽ വെച്ചുകൊണ്ട് മർദ്ദനങ്ങൾ ഉണ്ടാകേണ്ടി വന്നത് എന്തിനു വേണ്ടിയിട്ടാ? അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ പേരില. അതുകൊണ്ട് സഹോദരന്മാരെ, സത്യം സത്യമായി മനസ്സിലാക്കുവാനും പ്രമാണങ്ങൾ എന്താണ്
എന്താണോ പറയുന്നത് അവിടെ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നമസ്കാര ശേഷം ബാക്കി നമ്മൾ സൂചിപ്പിക്കാവുന്നതാണ്. ഇതൊരു വർഗീയതയ്ക്ക് വേണ്ടിയിട്ടോ വിഭാഗീയതയ്ക്ക് വേണ്ടിയിട്ടോ അല്ല. നിങ്ങൾക്ക് സത്യം എത്തിച്ചു തരികയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് സ്വീകരിക്കാം. പക്ഷേ നാളെ ഖബറിൽ നമ്മൾ ഒറ്റക്കാണ് എന്ന ബോധത്തോടുകൂടെ ഒരു പഠനത്തിന് വിധേയമാക്കി നിങ്ങൾ ഉചിതമായ തീരുമാനം കൈക്കൊള്ളണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.